കല്യാണം കഴിഞ്ഞ് വർഷങ്ങളായിട്ടും മക്കളില്ലാതെ വിഷമിക്കുന്ന കുറേ ആൾക്കാർ നമ്മളുടെ ഇടയിലുണ്ട്. അതേപോലെ തന്നെ ഞങ്ങൾക്കൊരു ആൺകുട്ടി ഇല്ലല്ലോ, ഒരു പെൺകുട്ടി കൂടെ വേണമായിരുന്നു, ഇങ്ങനെയൊക്കെ ചിന്തിച്ച് വിഷമിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അത് നമ്മളല്ലെങ്കിൽ നമ്മളെ ഫാമിലിയിലും ഫ്രണ്ട്സിലും ഒക്കെ ഉണ്ടാവും അങ്ങനെയുള്ള ആൾക്കാർ. സൂറത്ത് ഷൂർ 50-ാമത്തെ ആയത്തിൽ ഈ ഒരു വിഷയത്തെക്കുറിച്ച് പറയുന്നത്, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ആൺമക്കളെ കൊടുക്കും, അതേപോലെ അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവർ പെൺമക്കളെയും കൊടുക്കും. ചില ആൾക്കാർക്ക് ആൺമക്കളെയും പെൺമക്കളെയും കൊടുക്കും. ചിലവരെ അള്ളാഹു മക്കളില്ലാതെ ആ രീതിയിൽ പരീക്ഷിക്കും. ഇതൊക്കെ പറഞ്ഞിട്ട് ആയത്തിൻ്റെ അവസാനത്തിൽ പറയുന്നുണ്ട്, അതാണ് അതിൻ്റെ ഹൈലൈറ്റ്, ഇന്നഹു അലീമും ഖദീർ. അള്ളാഹു അവൻ എല്ലാത്തിനും കഴിവുള്ളവനും എല്ലാം അറിയുന്നവനുമാണ്. അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണെന്ന് പറയുമ്പോൾ തീർച്ചയായും നമുക്ക് മക്കളെ തരാനും ആൺമക്കളെ തരാനും പെൺകുട്ടികളെ തരാനും ഒക്കെ കഴിവുള്ളവൻ തീർച്ചയായും അത് അള്ളാഹു മാത്രമാണ്. പക്ഷെ അതിൻ്റെ കൂടെ ചേർത്ത് പറയുന്നുണ്ട് അലീം, അള്ളാഹുവാണ് എല്ലാം അറിയുന്നവൻ. നമുക്ക് ഏറ്റവും ഹയറായിട്ടുള്ളതാണെന്ന് അത് അള്ളാഹ്ക്ക് മാത്രമേ അറിയൂ. നമുക്ക് മക്കളില്ലാത്തതാണ് ഏറ്റവും ഹയറാണെങ്കിൽ, അതാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നതെങ്കിൽ അതാണ് നമുക്ക് ഏറ്റവും ബെസ്റ്റ്. അതേപോലെ ആൺമക്കളാണ് ഹയറാണെങ്കിൽ അള്ളാഹു അതാണ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതാണ് നമുക്ക് ഏറ്റവും നല്ലത്. അതേപോലെ തന്നെയാണ് പെൺകുട്ടികളുടെ കാര്യമാണെങ്കിലും. നമ്മളൊക്കെ മനുഷ്യരായതുകൊണ്ട് തന്നെ നമുക്ക് ഇല്ലാത്തതിനോട് തീർച്ചയായിട്ടും ഒരാഗ്രഹം ഉണ്ടാവും. അത് മാനുഷികമാണ്. മക്കളില്ലെങ്കിൽ അതിനോട്, പെൺകുട്ടികളോട് അല്ലെങ്കിൽ ആൺകുട്ടികളോട്, അതില്ലാത്തവർക്ക് തീർച്ചയായിട്ടും അതൊരാഗ്രഹം ഉണ്ടാവും. എന്നാൽ മാനുഷികമല്ലാത്ത ദൈവികമായൊരു കാര്യമുണ്ട്, എല്ലാം അറിയുന്നവൻ. ഹീസ് ദ ബെസ്റ്റ് പ്ലാനർ. അള്ളാഹുവിൻ്റെ പ്ലാനായിരിക്കും നമുക്ക് ഏറ്റവും ബെസ്റ്റ്. അതുകൊണ്ട് അവൻ ഉദ്ദേശിക്കുന്ന സമയത്ത് അവൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് തരാൻ കഴിവുള്ളവനും അവനാണ്. അള്ളാഹുവിൻ്റെ കഴിവിലും പ്ലാനിലും ഉറച്ച ഒരു ഫെയ്ത്ത്, ഈമാന് നമ്മളുടെ ഉള്ളിലുണ്ടെങ്കിൽ ഇതേപോലെയുള്ള പ്രയാസങ്ങളും വിഷമങ്ങളെല്ലാം കുറേയെല്ലാം നമുക്ക് കുറക്കാൻ കഴിയും. നിങ്ങളെ ഫാമിലിയിലോ ഫ്രണ്ട്സിലോ ഈ രീതിയിൽ വിഷമം അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക.